നമസ്കാരം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിലെ വർഷങ്ങളായുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഓഡിറ്റ് വീഴ്ചകൾക്കുമെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടക്കാല ഉത്തരവ്. ഭക്തരുടെയും പൊതുജനങ്ങളുടെയും പണം കൈകാര്യം ചെയ്യുന്നതിൽ ദേവസ്വം ഭരണസമിതി വരുത്തിയ ഗുരുതരമായ വീഴ്ചകളെ ജസ്റ്റിസ് രാജവിജയരാഘവൻ വി, ജസ്റ്റിസ് കെ.വി. ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചു. ബി.ജെ.പി. നേതാവ് എസ്. ജയശങ്കർ, ഇരിങ്ങാലക്കുട സ്വദേശിയായ ജിനോയ് കെ.ജെ എന്നിവർ അഡ്വക്കേറ്റ് കെ.എസ്. ഭരതൻ മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഈ അടിയന്തര ഇടപെടൽ. കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ ഭരണം അങ്ങേയറ്റം ആശങ്കാജനകമായ അവസ്ഥയിലാണെന്ന് കോടതി നിരീക്ഷിച്ചു. 1990-91 മുതൽ 2016-17 വരെയുള്ള കാലയളവിലായി ഏകദേശം 252 ഓഡിറ്റ് തടസ്സവാദങ്ങൾ അഥവാ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യത ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഡിവിഷൻ ബെഞ്ചും ചൂണ്ടിക്കാട്ടി. 1990 മുതൽ 91 വരെയും 2003 മുതൽ 2004 വരെയുള്ള കാലയളവിലെ സാമ്പത്തിക രേഖകൾ ചിതലെടുത്തും വെള്ളം കയറിയും നശിച്ചുപോയി എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ പൊതുഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. പല ഓഡിറ്റ് തടസ്സവാദങ്ങൾക്കും ദേവസ്വം യാതൊരുവിധ മറുപടിയും നൽകാതിരുന്നിട്ടും ഓഡിറ്റ് അവലോകന യോഗങ്ങളിൽ അവ കൃത്യമായ പരിശോധനകളില്ലാതെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതിനെതിരെയും കോടതി ശക്തമായ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രതിവർഷം 4 കോടി രൂപയിലധികം വരുമാനമുള്ളതും 10 ദിവസത്തെ വാർഷിക ഉത്സവത്തിന് മാത്രം 1.68 കോടി രൂപയോളം ചെലവഴിക്കുന്നതുമായ ഒരു പൊതു മതവിശ്വാസ സ്ഥാപനത്തിൽ ഇപ്പോഴും അക്കൗണ്ടുകൾ കയ്യെഴുത്തായി സൂക്ഷിക്കുന്നത് സുതാര്യതയ്ക്ക് നിരക്കാത്തതാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന കാരണം പറഞ്ഞ് അക്കൗണ്ടുകൾ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യാതിരിക്കാൻ ദേവസ്വത്തിന് കഴിയില്ല. പൊതുജനങ്ങളിൽ നിന്നും ഭക്തരിൽ നിന്നും വലിയ തുകകൾ സംഭാവനയായും സ്പോൺസർഷിപ്പായും സ്വീകരിക്കുമ്പോൾ ഓരോ രസീതും വൗച്ചറും ഡിജിറ്റലായി രേഖപ്പെടുത്തേണ്ടത് നിയമപരമായ ബാധ്യതയുമാണ്. കൂടൽമാണിക്യം ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും കേരള സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും ജൂലൈ 8 രാവിലെ 10:15 കോടതിയിൽ നേരിട്ട് ഹാജരാകണം. കൃത്യമായ രേഖകളില്ലാതെ ഓഡിറ്റ് തടസ്സവാദങ്ങൾ ഒതുക്കി തീർക്കാൻ ശുപാർശ ചെയ്തതിന് ഓഡിറ്റ് ഡയറക്ടർ വിശദീകരണം നൽകേണ്ടതുണ്ട്. ദേവസ്വത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും കരാറുകളും ലേല നടപടികളും ജീവനക്കാരുടെ വിവരങ്ങളും സുതാര്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്ന സമഗ്രവും സുരക്ഷിതവുമായ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ സംവിധാനം നടപ്പിലാക്കണം. തിരിമറികൾ നടത്താൻ സാധിക്കാത്ത വിധം സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ആയിരിക്കണം ഇതെന്നും കോടതി വ്യക്തമാക്കി. സോഫ്റ്റ്വെയർ നടപ്പിലാക്കാൻ ഏൽപ്പിച്ച വെണ്ടർമാരുടെ വിശദാംശങ്ങൾ, പദ്ധതിയുടെ വിശദ രേഖകൾ എന്നിവ പരിശോധനയ്ക്കായി അഡ്മിനിസ്ട്രേറ്റർ കോടതിയിൽ സമർപ്പിക്കണം. പഴയകാല രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണമെന്നും കോടതി പറയുന്നു. ക്ഷേത്രത്തിന്റെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഇടപെടാൻ കാണിക്കുന്ന താൽപര്യം അഴിമതിരഹിതമായ ഭരണനിർവഹണത്തിലോ ഭൂനികുതി പിരിച്ചെടുക്കുന്നതിലോ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കാണിച്ചില്ല എന്നും ഹർജിക്കാർ ആരോപിക്കുന്നു. നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്ന പ്രധാന ആവശ്യവുമായാണ് ഭക്തർ നിയമപോരാട്ടം തുടരുന്നത്. അഴിമതിക്കാർക്കെതിരെയുള്ള ആദ്യ വിജയമായാണ് ഈ ഇടക്കാല ഉത്തരവിനെ ഭക്തജന കൂട്ടായ്മ വിലയിരുത്തുന്നത്.